ചേലക്കരയിലെ ചെറുതുരുത്തിയിൽ നിന്നും പിടികൂടിയത് സിപിഎമ്മിന്റെ പണമെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവും മുൻ എംഎൽഎയുമായ അനിലക്കര. ഇതിനു പിന്നിൽ നേരിട്ട് ഇടപെടുന്ന പ്രധാനപ്പെട്ടയാൾ ഷൊർണൂർ നഗരസഭ മുൻ ചെയർമാൻ എം.ആർ. മുരളിയാണെന്നാണ് തനിക്ക് ലഭിച്ച രഹസ്യ വിവരമെന്നും അനിലക്കര വടക്കാഞ്ചേരിയിൽ പറഞ്ഞു. ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന കൊളപ്പള്ളി സ്വദേശിയായ ജയൻ ഇപ്പോൾ കരുവന്നൂർ കേസിൽ പ്രതികളായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന കോലി സതീശിൻ്റെയും വടക്കാഞ്ചേരി കൗൺസിലറായ അരവിന്ദാസിൻ്റെയും ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്. ഇദ്ദേഹം ഇപ്പോൾ ഈ പണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ LDF കൺവീനറുമായ ശ്രീ EP ജയരാജന്റെ കൂടി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഷൊർണൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ M.R. മുരളിയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ പാലക്കാട് അസംബ്ലിയിലും ചേലക്കര അസംബ്ലിയിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെട്ടിരിക്കുന്നത് ഷൊർണൂരിലെ മുൻ നഗരസഭാ ചെയർമാനും മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ M.R. മുരളിയാണ് ഈ പണം വിതരണം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളതും കൈകാര്യം ചെയ്തതും M.R. മുരളിയുടെ നേതൃത്വത്തിലാണ്. പണം കൊണ്ടുവന്നത് ചേലക്കരയിലെ പട്ടികജാതി കോളനികളിൽ വിതരണം ചെയ്യാനാണ്. കരുവന്നൂർ കേസിലെ പ്രതികളുടെ ഉറ്റ ചങ്ങാതിയാണ് ജയൻ. ചേലക്കരയിലെ കോളനികളിൽ CPM പണവും മദ്യവും ഒഴുക്കുകയാണ്. ചെറുതുരുത്തിയിലെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്ന് ഒരു മന്ത്രിയുടെ സുഹൃത്ത് അവിടെ താമസിക്കുന്നുണ്ട്. അവിടെയാണ് CPM-ന്റെ ഫണ്ട് മുഴുവൻ ശേഖരിക്കുന്നതെന്നും അനിലക്കര പറഞ്ഞു. പണം എത്തിക്കുന്നത് CPM ഏറെ സ്വാധീനമുള്ള വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ്. ഈ വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ് ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് താമസിക്കുന്നത്. ഇതിനകത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വീട് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബാക്കിലാണ്. ഇവിടേക്കാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ 1/4 കോടി രൂപയും 1/2 കോടി രൂപയും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പണം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ 500ഓളം പട്ടികജാതി കോളനികളുണ്ട്. ഓരോ പട്ടികജാതി കോളനിയിലും ഓരോ ലക്ഷം രൂപ കണക്കാക്കി 500 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. വീട് നിർമ്മാണത്തിന് ടൈൽസ് വാങ്ങാനാണ് പണമെന്നാണ് ജയൻ പോലീസിനോട് പറഞ്ഞത്. താൻ അന്വേഷിച്ചപ്പോൾ ജയൻ പണിയുന്നത് 2500 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഇതിന് 25 ലക്ഷം രൂപയുടെ ടൈൽസ് ആവശ്യമുണ്ടോ എന്നും അനിലക്കര ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.